അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു റസൂലില്ലാ. എന്ന് പറയുന്നത് സുബഹി നിസ്കാരത്തിൻ്റെ മഹത്വങ്ങളാണ്. സുബഹി നിസ്കാരത്തിന് ഒരുപാട് മഹത്വമുണ്ട്. വളരെ ഫർദ് നമസ്കാരങ്ങളിൽ വളരെ ചുരുങ്ങിയ നമസ്കാരമാണ് സുബഹി നമസ്കാരം. 2 റക്അത്ത് നമസ്കാരമാണ്. ബാക്കി 4ഉം 3ഉം ഒക്കെ വരുമ്പോഴത്തേക്ക് സുബഹി നമസ്കാരം 2 റക്അത്താണ്. പക്ഷേ ഏറ്റവും പ്രതിഫലം കൂടുതലുള്ള നമസ്കാരം സുബഹി നമസ്കാരമാണ്. അത് വെളുപ്പാൻ രാവിലെ ഉള്ള ആ സമയമാണ്. അത് 2 റക്അത്തല്ല, പക്ഷേ ശൈത്താൻ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അത് നമസ്കരിക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമസ്കാരം സുബഹി നമസ്കാരമാണ്. ഒന്നീ നല്ല നല്ല ഉറക്കുന്ന സമയം എന്ന് ഉറങ്ങിക്കൊന്നും വേണ്ട, തടയി ഉറക്കുന്ന പറയുന്നത്. അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്ന വഴിക്ക് തന്നെ പല ഫിത്നകളും ഉണ്ടാക്കും. വളരെ ശ്രേഷ്ഠമായ നമസ്കാരമാണ് സുബഹി നമസ്കാരം. പറയപ്പെടുന്നത് തണുപ്പ് ബാധിക്കാൻ സാധ്യതയുള്ള 2 നമസ്കാരങ്ങൾ നമസ്കരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹദീസിൽ ആശയം തരുന്നുണ്ട്. ഒന്ന് സുബഹിയും ഒന്ന് അസ്റുമാണ്. അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്ന ഈമാനിൻ്റെ കൊടിയും എന്തി പോകുന്നുവെന്ന് ഹദീസിൽ ആശയം തരുന്നുണ്ട്. സുബഹി നമസ്കാരം ഒരാൾ നമസ്കരിച്ചാൽ അന്നത്തെ ജമാഅത്ത് നമസ്കരിക്കുന്ന അന്നത്തെ മുഴുവൻ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് നടത്തി കൊടുക്കും. പിന്നെ പറയപ്പെടുന്നത് ഹദീസിൽ ആശയത്തിൽ വരുന്നുണ്ട്, ഒരാൾ സുബഹി നമസ്കാരം നിസ്കരിച്ചാൽ അവന് പകല് മുഴുവനും ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി കിട്ടും. പകല് മുഴുവനും നഫലായി ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി കിട്ടും. ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും. ഇപ്പോൾ ഒരാൾ സുബഹിയും ഇശായും നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് രാത്രി ദിവസം മുഴുവനും പൂർണ്ണമായി ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി എഴുതപ്പെടും. എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. ചെറിയ ചെറിയ അമലുകൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി വലിയ വലിയ അനുഗ്രഹങ്ങളും വലിയ വലിയ കൂലികളും അറിയിച്ചു വെച്ചിരിക്കുന്നു. ഇതെല്ലാം അറിയുന്നവരും ഉണ്ട് പലരും. പക്ഷേ അറിയുന്നവരും ഇത് കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കാറില്ല. ഇന്ന് സുബഹി നമസ്കാരം പലരും വീടുകളിലാണ് നമസ്കരിക്കുന്നത്. പള്ളിയിൽ പോയി നമസ്കരിക്കണം. ജമാഅത്ത് നമസ്കരിക്കണം. 27 ഇരട്ടി കൂലി കിട്ടും. അത് ജമാഅത്ത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ സുബഹി നമസ്കാരം പ്രത്യേകിച്ച് സുബഹിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം വെക്കുമ്പോൾ താജ് നമസ്കാരം. താജ് നമസ്കാരം മാത്രം പിന്നെ പറയാം. താജ് നമസ്കാരം വളരെ ശ്രേഷ്ഠമായ നമസ്കാരമാണ്. ഖുർആനിൽ എടുത്ത് പറഞ്ഞ നമസ്കാരമാണ്. ആ സമയത്ത് പോകുന്ന ഖുർആൻ നാളെ നമുക്ക് സാക്ഷി നിൽക്കുന്നു പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി താജ് എഴുന്നേൽക്കുന്ന ഒരാളിന് സുബഹിയിലെ സുന്നത്ത് നഷ്ടപ്പെടില്ല. സുബഹി ജമാഅത്ത് നഷ്ടപ്പെടില്ല. സുബഹി താജുവിൻ്റെ നേരത്തെ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങി സുബഹി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹബയുടെ വീടിൻ്റെ അടുത്തൂടെ പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു, സുലൈമാൻ എന്ന് പള്ളിയിൽ ജമാഅത്തിന് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഉമ്മ പറഞ്ഞ്, രാത്രി മുഴുവൻ നമസ്കരിച്ച കാരണം ഉറങ്ങിപ്പോയാണ് തങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം സുബഹിയുടെ ജമാഅത്തിന് പങ്കെടുക്കലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ശ്രേഷ്ഠതയുണ്ട് സുബഹിയുടെ ജമാഅത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുബഹിയുടെ ജമാഅത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി വളരെ പരിശ്രമിക്കണം. നമ്മളെ ദിവസം മുഴുവൻ നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അല്ലാഹു നടത്തിത്തരും. അതുപോലെ തന്നെ ദിവസം മുഴുവൻ രാത്രി ആയപോലെ ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി കിട്ടും. എത്രയോ ശ്രേഷ്ഠമാണ് ചെറിയ അമലിൽ കൂടി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സുബഹി ജമാഅത്ത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സുബഹിക്ക് അതിൻ്റെ മഹത്വം പിന്നെ പറയാം. ഞാൻ തക്ക ഓർമ്മപ്പെടുത്താൻ സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നവരെ മുസല്ലി തന്നെ ഇരിക്കുകയും ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് 2 4 റക്അത്ത് നമസ്കരിക്കുന്നത് ഹജ്ജും സ്വീകരിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ഹജ്ജും ഉംറ ചെയ്തതിൻ്റെ കൂലി കിട്ടുന്നത് ഒരു അമലും ഉണ്ട്. ഇഷ്റാഖ് നമസ്കാരം അതിൻ്റെ മാത്രം പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ സുബഹിയുടെ കാര്യം എല്ലാവരും ഒന്ന് ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് പറയണം. നമസ്കാരത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ പറയുന്നത് നമസ്കാരത്തെപ്പറ്റി നിങ്ങൾ മറ്റുള്ളവർ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുക, നമ്മൾ അമലിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ ചെറിയ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നത് അവന് ഇഷ്ടപ്പെട്ട ജീവിച്ച് മരിക്കുന്നതിന് വേണ്ടിയാണ്. നാളെ ആഖിറത്തിൽ അവൻ്റെ പള്ളിയിൽ പോകുന്ന 5 നേരം പള്ളിയിൽ പോകുന്ന ഒരാളിനെ കണ്ടിട്ട് ആൾക്കാർ പറയാനുണ്ട്, എപ്പോഴും പള്ളിയിൽ പോകണോ, എപ്പോഴും പള്ളിയിൽ തന്നെ, എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ പോയാൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയത്തുണ്ട് പള്ളിയിൽ ചില കുറ്റികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴും പള്ളിയിൽ പോയാൽ പള്ളിയിൽ ഇരുന്ന് ദിക്റില്ലേ, പള്ളിയിൽ നിന്ന് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ പള്ളിയിലെ കുറ്റികളായിട്ടാണ് മുസ്ലിംസിനെ പരിചയപ്പെടുത്തുന്നത്. പള്ളിയിലെ കുറ്റികളാണെന്നവർ. പണ്ടൊക്കെ ഈ കലിങ്ങിലിരിക്കുന്ന ആൾക്കാരുണ്ട്. കലിങ്ങിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയാറുണ്ട്, കലിങ്ങിലെ കുറ്റികളാണ്, എപ്പോഴും നോക്കിയാലും കലിങ്ങിൽ തന്നെ ഉണ്ടാവും. അതുപോലെ പള്ളിയിലെ കുറ്റികളാണ്, പള്ളിയിൽ എപ്പോഴും പോവുകയും പള്ളിയിൽ ഇരിക്കുകയും പോവുകയും ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ പള്ളിയിലെ കുറ്റികളാണ് പ്രത്യേകം എടുത്തു പറയപ്പെട്ടു. നമ്മൾ പള്ളികളിലെ കുറ്റികളായി മാറണം. പള്ളികളെന്ന് പറയുന്നത്
മുഖലിസിങ്ങളുടെ വാസസ്ഥലമാണ് പള്ളികളെന്ന് പറയുന്നത്. മലക്കുകളുടെ വാസസ്ഥലമാണ് പള്ളികളെന്ന് പറയുന്നത്. മലക്കിയ സ്വഭാവം ഉണ്ടതിന് കാരണമായി തന്നെ നമ്മളെപ്പോഴും പള്ളിയുടെ നമ്മുടെ ഹൃദയങ്ങൾ ബന്ധപ്പെടുത്തിക്കണം. പള്ളി എന്ന ചിന്ത നമ്മൾ എപ്പോഴും ഉണ്ട്. നമ്മൾ ആദ്യം പള്ളിയിൽ എത്തുന്ന ആളും അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആളും ആയി മാറണം. ആ രീതിയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അമരരെ സ്വീകരിക്കുകയും നല്ല പള്ളിയിലെ കുട്ടികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാലിഹായ അമരരെ സ്വീകരിക്കുകയും അത് ആഖിറത്ത് പറ്റി പ്രതിബന്ധം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.